ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോകളിലൊക്കെ എനിക്ക് 2-3 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി എങ്ങനെയാണ് മക്കളെ വെച്ചിട്ട് ഇങ്ങനെ PSC പഠിക്കുന്നത്, മക്കളെയും വീട്ടുജോലിയൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് പഠിക്കുന്നത് ഒന്ന് പറഞ്ഞു തരാമോ? കാരണം 8 മാസമുള്ള കുഞ്ഞുണ്ട്, അതിൽ 2-3 മക്കളൊക്കെ ഉണ്ട്, അവരെയൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചോദിച്ചവരുടെയൊക്കെ ഫീലിങ്സ് നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാവും. മീൻസ് ആ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഞാനും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ വെച്ചിട്ടുള്ള പഠിത്തമെന്ന് വെച്ചാൽ വളരെ വലിയൊരു ടാസ്ക്കാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ പഠനത്തിൽ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അവരെയും കൂടെ നോക്കേണ്ടി വരും. അപ്പം നമ്മൾ പാർഷ്യലായിട്ട് മാത്രമേ നമ്മുടെ പഠിത്തം നടക്കത്തുള്ളൂ. അപ്പം ഞാൻ എങ്ങനെയൊക്കെയാണ് എൻ്റെ കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് പഠിക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ മേ ബി 5 മണി 6 മണി അല്ലെങ്കിൽ 5:30 ഈ ഒരു 3 ടൈമിൻ്റെ ഇടയിലാണ് ഞാൻ എണീക്കുന്നത്. ഇടയിലെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ 5 മണിക്ക് എണീക്കും, ചിലപ്പോൾ 5:30 ആവും, ചിലപ്പോൾ 6 മണീൻ്റെ മുന്നോട്ട് പോവാറില്ല. എന്താ വെച്ചാൽ 5 മണി 6 മണിക്ക് അല്ല 5 മണിക്കൊക്കെ എണീക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതെന്നെ ഡിപ്പെൻഡ് ചെയ്ത് മോളുടെ ഉറക്കത്തെയാണ്. മീൻസ് മോള് രാത്രിക്ക് കുറേ ടൈം എണീക്കുകയാണെങ്കിൽ ഞാൻ ശരിക്കും അലാറം ഇപ്പോൾ 5 മണിക്ക് വെക്കുകയാണെങ്കിൽ കൂടി ഞാൻ ബോധം കെട്ട ഉറങ്ങിപ്പോവും. അങ്ങനെയാണെങ്കിൽ അത് 6 മണി വരെ പോവും. അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും 1 മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ പഠിക്കാനെടുക്കും, കുറഞ്ഞത് അരമണിക്കൂർ. അപ്പോൾ രാവിലത്തെ ആ ഒരു അരമണിക്കൂർ ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാറില്ല. പിന്നെ വേഗം ഞാൻ മൂത്തവരെ വിടാനൊക്കെയുള്ള തിരക്ക് കഴിഞ്ഞ് 9 മണി മുതൽ ബാക്കി പരിപാടികളൊക്കെ ചെയ്യും. അപ്പോൾ മോള് ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും, അല്ലെങ്കിൽ മോൾ എണീറ്റിട്ടുണ്ടെങ്കിൽ മോളിനെ ഹസ്ബൻഡും മമ്മി നോക്കുന്നുണ്ടാവും. പിന്നെ കുറച്ച് ടൈമൊക്കെ ഞാൻ എടുത്ത് വെക്കും. പിന്നെ ബാക്കി പരിപാടികൾ ഞാൻ വേഗം തീർത്തിട്ട് എന്ത് ചെയ്യും, ഏകദേശം 10:30 11 കൂടിപ്പോയാൽ 11:30 അതിൻ്റെ ഉള്ളിൽ ഞാൻ പഠിക്കാനിരിക്കും. ആ 11 മണി മുതൽ ഏകദേശം ഒരു 2 മണി വരെ എനിക്ക് പഠിക്കാൻ ടൈമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മോൾക്ക് ചെറുതായിട്ട് ഫുഡ് കൊടുക്കുക, അങ്ങനെ ചെറിയ ചെറിയ ബ്രേക്ക് എടുത്താലും ഒരു കുറച്ച് ടൈം എനിക്ക് പഠിക്കാനുണ്ട്. ആ ടൈമിലാണ് ഞാൻ നല്ല രീതിയിൽ പഠിക്കുന്നത്. അപ്പം മോള് ചിലപ്പം ഇപ്പോൾ 9:30 വരെ മോള് പകൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ മോള് പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞ് ഒരു 11:30 12 മണി ആകുമ്പോഴേ ഉറങ്ങത്തുള്ളൂ. അതല്ല, മോള് ഒത്തിരി രാവിലെ 7 മണിക്കൊക്കെ എണീറ്റിട്ടുണ്ടെങ്കിൽ മോള് വേഗം ഉറങ്ങും, ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉറങ്ങും. അങ്ങനെയാണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് എനിക്ക് ആ ഒരു ടൈമിൽ പഠിക്കാൻ പറ്റും. അത്യാവശ്യം നല്ലോണം അവൾ ഉറങ്ങും, ഒരു മണിക്കൂർ കൂടുതൽ ഉറങ്ങും, നേരത്തെ എണീറ്റാൽ മാത്രം. ഇനിയിപ്പോൾ അവൾ ലേറ്റായിട്ടാണ് എണീക്കുന്നതെങ്കിൽ അവൾ ഉച്ച കഴിഞ്ഞേ ഉറങ്ങത്തുള്ളൂ. ചില ദിവസം നമ്മളിപ്പോൾ മേലൊക്കെ കുളിപ്പിക്കത്തുള്ളൂ, മക്കളുടെ തലയൊക്കെ കുളിപ്പിച്ചില്ലെങ്കിൽ കഫൊക്കെ ഉള്ള ദിവസം കുളിപ്പിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ മോള് ഉറക്കം കുറവായിരിക്കും. നല്ല രീതിയിൽ എണ്ണയൊക്കെ തേച്ച്, കുഞ്ഞു മക്കളാണെങ്കിൽ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ അവർ ഇച്ചിരി അധികം നേരം ഉറങ്ങും. അങ്ങനെയാണ് ഇവിടെ മോളുടെ. ശരിക്കും നമ്മുടെ ഈ പഠനം എന്ന് വെച്ചാൽ ആശ്രയിച്ചിരിക്കുന്ന അവരുടെ ഉറക്കത്തെ തന്നെയാണ്. അവരെത്രത്തോളം ഉറങ്ങുന്നു നമ്മൾ ഫ്രീ ആവുന്നു, ബാക്കി പണികളൊക്കെ നമുക്ക് വേഗം എടുത്ത് തീർക്കാൻ പറ്റും. പക്ഷെ മക്കളെ വെച്ചിട്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവരോട് അവിടെ പോയിരിക്കും ഇവിടെ പോയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. കുഞ്ഞു മക്കളാണെങ്കിൽ അവർക്കൊന്നും അറിയുന്നില്ലല്ലോ. ഒരു 3 വയസ്സ് വരെ ഒന്നും നമ്മൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ മൂത്ത മക്കൾക്കൊക്കെ ചിലപ്പോൾ ഒരാൾ 8 വയസ്സും 5 വയസ്സൊക്കെയാണ് കേട്ടോ. എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതാണ്. അപ്പോൾ അവർ വെച്ചാൽ പിന്നെ ചെറിയ ആൾക്ക് 1 വയസ്സും 3 മാസവും. അവരെന്ന് വെച്ചാൽ ഇപ്പോൾ അവരോട് ഇപ്പോൾ പറയാം, അമ്മ ഒച്ചേരം പഠിക്കട്ടെ, കുറച്ച് മാറുമെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഡിസ്റ്റർബ് ചെയ്താലും അല്ലെങ്കിൽ അവരെ കുറച്ച് ചെറിയ രീതിയിൽ ചീത്ത പറഞ്ഞാണെങ്കിലും നമുക്ക് മാറ്റി നിർത്താം. എന്നാലും ഞാൻ വലിയ രീതിയിൽ പഠിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ അവരെ ഷൗട്ട് ചെയ്യാനൊന്നും നിൽക്കില്ല കേട്ടോ. അവർ വെച്ചാൽ അമ്മമാരുടെ അടുത്തൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കാനാണ് മക്കളാ കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അവരെ ഓടിച്ചുവിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ മാറ്റി നിർത്താം. കുഞ്ഞിനെയാണെങ്കിൽ നമുക്ക് ഒട്ടും പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ പഠനത്തിലൊക്കെ മോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ബുക്ക് എടുത്ത് അപ്പം തന്നെ അവൾക്ക് ബുക്ക് വേണം. കുഞ്ഞു മക്കൾ അങ്ങനെയല്ല, നമ്മുടെ ബുക്ക് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, അവർക്ക് അപ്പോൾ ബുക്ക് വേണം. എനിക്ക് തോന്നുന്നു എൻ്റെ മൂത്തവർക്കൊക്കെ ഫോണായിരുന്നു കൂടുതലും വേണ്ടത്. പക്ഷേ ഇവളെ സംബന്ധിച്ച് ഇവൾക്ക് ബുക്കാണ് വേണ്ടത്. ബുക്ക് എടുത്ത് ഞാൻ എന്താണോ കാണിക്കുന്നത് അതുപോലെ തന്നെ അവളും ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, മൂത്തവരുടെ ഇപ്പോൾ KG രണ്ടാമത്തെ ബുക്ക് ആണെങ്കിൽ KGൻ്റെ അല്ലേ, അപ്പോൾ ഇച്ചിരി കളർഫുള്ളായിട്ടുള്ള ബുക്കാണ്, അതെടുത്തിട്ട് ഞാൻ മോൾക്ക് കൊടുക്കും. പഴയ ബുക്ക് ഫസ്റ്റ് ടൈമിലൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ട് കീറത്തില്ല കേട്ടോ. അവൾ ബുക്ക് അങ്ങനെ കീറുന്നില്ല, അവളിങ്ങനെ നോക്കുകയുള്ളൂ. ഭയങ്കര കാണാനുള്ള ആകാംക്ഷ, ചിത്രങ്ങളൊക്കെ അതെടുത്ത് കൊടുക്കും. പിന്നെ ഹൈലൈറ്റർ പേന എന്തെടുത്താലും അവൾക്ക് വേണം. അപ്പം ഞാനൊരു കളർഫുള്ളായിട്ടിരിക്കുന്ന ഇപ്പോൾ ഹൈലൈറ്റർ ആണല്ലോ, അതും എടുത്ത് ഒരെണ്ണം കൊടുക്കും. എന്നിട്ട് അതും വെച്ചിട്ടിരിക്കും. ഇന്നൊക്കെ അവൾ എൻ്റെ കൂടെ അത് വെച്ചിട്ട് ഫുള്ളല്ല, ഞാൻ പഠിക്കാനിരുന്നിടത്തോളം അവിടെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇപ്പോൾ ഒരു പൂച്ച പട്ടി അങ്ങനെയുള്ളതിനെയൊക്കെ അവൾക്ക് അറിയാം. അതൊക്കെ ഇങ്ങനെ നമ്മൾ ക്യാറ്റ് ഡോഗ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ. പക്ഷേ അല്ലാത്തതില്ല,
ചിത്രങ്ങളില്ലേ ഇപ്പോൾ ലയൺ അങ്ങനെയൊക്കെ ചിത്രം കാണുമ്പോൾ ഇങ്ങനെ ഇതാ ഇങ്ങനെ കാണിച്ചു തരും നമുക്ക്. അപ്പോൾ ഞാനിങ്ങനെ ലയൺ എന്നൊക്കെ പറയുമ്പോൾ അവൾ അതുപോലെ പറയാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു പ്രായം എന്ന് വെച്ചാൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ പ്രായമാണല്ലോ. അപ്പോൾ അവരെന്ത് ഇപ്പം നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു അത് അവർ വേഗം ക്യാച്ച് ചെയ്യും. മേ ബി അവർ നമുക്ക് റിപ്ലൈ ഒന്നും തരത്തില്ല, പക്ഷെ അവർ നല്ല രീതിയിൽ അത് മനസ്സിലാക്കുന്നുണ്ട്. എനിക്കത് നല്ല രീതിയിൽ അറിയുന്ന കാര്യം, അനുഭവസ്ഥയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ മൂത്ത മോന് എനിക്കിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ ഭയങ്കര ഇതായിരുന്നു. ആദ്യം മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇച്ചിരി എല്ലാ കാര്യത്തിലും താല്പര്യം കൂടുതലായിരിക്കില്ല. മീൻസ് അവർ പഠിപ്പിച്ചു കൊടുക്കുക, മിടുക്കരാക്കണം. പിന്നെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് തീരെ ചെറുപ്പത്തിലെ ഓരോ കാര്യങ്ങൾ കളറൊക്കെ എല്ലാം അവൻ എല്ലാ 2 വയസ്സൊക്കെ ആകുമ്പോൾ വർത്തമാനം പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവൻ ഗ്രീൻ യെല്ലോ എന്നൊക്കെ പറഞ്ഞ് കളറ് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുമായിരുന്നു. മീൻസ് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പം നല്ല രീതിയിലാണ്. പിന്നെ അവൻ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു കേട്ടോ. ആ ടൈമിലൊക്കെ അവൻ്റെ KG കാലഘട്ടമൊക്കെ ഓൺലൈനായിരുന്നു 2 വർഷവും ആ ടൈമിലായിരുന്നു. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ മോൻ്റെ കൂടെ തന്നെ നമ്മളും പഠിക്കുന്നുണ്ടല്ലോ അവർക്ക് ഓൺലൈൻ ക്ലാസ്സിൻ്റെ. അപ്പോൾ അവനെ ഫസ്റ്റ് ആക്കണം അങ്ങനെയൊക്കെ ഒരു മൈൻഡായിരുന്നു എനിക്ക്. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞാനവനിങ്ങനെ കമ്പലിയും ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുകയായിരുന്നു. ഷൗട്ടൊക്കെ ചെയ്യുന്നു നല്ല രീതിയിൽ. അങ്ങനെയാണെന്ന് തോന്നുന്നു അവൻ അങ്ങനെയാണോ ഇനി ഫോൺ കൂടുതൽ കണ്ടിട്ടാണോ എന്നല്ല, അവൻ കുറച്ച് ഹൈപ്പർ ആക്റ്റീവാണിപ്പോൾ. അപ്പോൾ എന്ത് സംഭവിച്ചു, അങ്ങനെ ഞാൻ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വന്നു, ഞാൻ അവനെ അങ്ങനെ ഷൗട്ട് ചെയ്തൊക്കെ പഠിപ്പിച്ചിട്ടാണ് അവൻ ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഓൾറെഡി അവൻ നല്ല രീതിയിൽ അവൻ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ ആ ടൈമിൽ അറിയായിരുന്നു. രണ്ടാമത്തെ ആളായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പഠിപ്പിച്ചു കൊടുത്തേയില്ല. ഞാൻ ഹസ്ബൻഡിനോട് പറയും, എന്നോട് ചോദിക്കും നീ ഇവനെ ആദൂനെ പഠിപ്പിക്കുന്നില്ലെന്ന് ചോദിക്കും. ഞാൻ പറയില്ല, കാരണം മൂത്തവൻ കുഞ്ഞ് കണ്ടില്ല ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവായി ഞാൻ ഷൗട്ട് ചെയ്തിട്ടൊക്കെയാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സത്യം പറയാം ബേസിക്കായിട്ടുള്ള ഒന്നും പഠിപ്പിച്ചു കൊടുത്തില്ല. അവൻ സ്വന്തം പഠിച്ചോട്ടെ, അവൻ മനസ്സിലാക്കി പഠിക്കട്ടെ എന്ന് വെച്ചു. രണ്ടാമത്തെ ഹൈപ്പർ ആക്റ്റീവ് ഒന്നുമല്ല പുള്ളിക്കാരൻ. അപ്പോൾ ബേസിക്കായിട്ടുള്ള പഠിച്ചു വന്നത് LKG കുറച്ച് മോശമായിരുന്നു, എഴുതാൻ മാത്രം കേട്ടോ. വേഗം ക്യാച്ച് ചെയ്യുന്നുണ്ട്. UKG ആയപ്പോൾ ഇപ്പോൾ അവൻ ഓക്കെ ആയി. അല്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ടൊന്നും ആയിരുന്നില്ല ഹൈപ്പർ ആക്റ്റീവായി, പക്ഷേ എൻ്റെ പേടി കൊണ്ട് ഞാൻ പഠിപ്പിച്ചു കൊടുത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടൈമിൽ നമ്മൾ എന്ത് പഠിപ്പിച്ചു കൊടുക്കുന്നോ മക്കൾ വേഗം അത് ക്യാച്ച് ചെയ്ത് അവരുടെ മനസ്സിലേക്ക് അതിങ്ങനെ മൈൻഡിലിങ്ങനെ കയറും. ഓക്കെ. അപ്പം ഞാൻ മോക്കതുകൊണ്ട് ഓരോന്ന് ഞാൻ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ പിക്ചറൊക്കെ ഇങ്ങനെ ഇതാണ് ഫ്രൂട്ടൊക്കെ ഇതാണെന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടിയാണ് പകലത്തെ ഒരു പഠിത്തം എന്ന് പറഞ്ഞാൽ. ഈ എല്ലാ ദിവസവും ഇങ്ങനെ ആവാറില്ല. ഹസ്ബൻഡിൻ്റെ മമ്മി ഹസ്ബൻഡിൻ്റെ മമ്മിയുടെ ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡിൻ്റെ മമ്മിയുടെ ഉള്ള ദിവസമാണ് കുറേ നേരമൊക്കെ അവൾ മമ്മീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും. എന്നിട്ടാണെങ്കിൽ എന്നാലും ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. എന്ന് വെച്ചാൽ അവരമ്മമാരുടെ അടുത്താണ് കൂടുതലും വരിക. അവളിങ്ങനെ നടക്കാൻ തുടങ്ങിയോണ്ട് എൻ്റെ അടുത്ത് വരും, അങ്ങനെ പോകും. എന്നാലും കുറച്ചുകൂടെ ടൈം ഫ്രീ ആവാറുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും എല്ലാവരെയും എക്സ്പെക്റ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ലല്ലോ. മീൻസ് നമ്മുടെ ഒരു PSC പഠനം എന്ന് വെച്ചാൽ പുറമേന്ന് കാണുന്നവർക്ക് അതിൻ്റെ ആഴമൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. എന്നെയാണെങ്കിലും കുഴപ്പമില്ല, എന്നാലും പറയാം. അല്ലെങ്കിൽ കുറച്ച് നാൾ എന്തോ നോക്കി മീൻസ് അവരുടെയൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തവരുടെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ബുക്ക് വായിച്ച് അതിനെ വരത്തുള്ളൂ. നമ്മൾ ഗ്രാജുവേഷനിലൊക്കെ പഠിച്ച പോലെ അല്ല ഡിഗ്രിയിൽ PGയിലൊക്കെ പഠിച്ച പോലെ നമ്മുടെ ബുക്ക് വായിച്ച് ആ എക്സാം അത് ആ ഒരു മൈൻഡാണ് മീൻസ് ഇതിനെക്കുറിച്ച് ആഴത്തിൽ അറിയാത്തവർക്ക്. പക്ഷെ അതൊന്നും ആയിരിക്കില്ല, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. നമ്മൾ പക്ഷേ മേ ബി സിലബസ് പോലും കംപ്ലീറ്റ് ചെയ്യാതായിരിക്കും എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ ആ എക്സാമിന് കിട്ടാണ്ടാവുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, അങ്ങനെ ഒരു മൈൻഡ് മേ ബി വരാം. അങ്ങനെ വരുന്നവരും ഉണ്ട്. അപ്പം ചിലപ്പോൾ നമ്മുടെ PSC പഠനത്തെ ആ രീതിയിൽ വിലയിരുത്തുന്നവരുണ്ടാകാം. അതുകൊണ്ട് തന്നെ നമ്മുടെ നമുക്കേ അറിയത്തുള്ളൂ നമ്മുടെ പഠനത്തിൻ്റെ ആഴം എത്രയുണ്ട്, നമുക്ക് എത്രത്തോളം ടോപ്പിക്സിന് കവർ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇത്ര തന്നെ മാക്സിമം പഠിച്ചാലാണ് നമുക്ക് കാര്യമുള്ളൂ എന്ന് കണ്ട് നമ്മൾ തന്നെ ആരെയും എക്സ്പെക്റ്റ് ചെയ്തിരിക്കാതെ നമ്മൾ തന്നെ മോള് വെച്ച് പഠിക്കണമെങ്കിൽ അവരെ വെച്ച് പഠിക്കണം. നമ്മുടെ പണികൾ വേഗം തീർക്കാനും നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം ഒന്നും നോക്കിയിരിക്കാതെ നമുക്ക് എപ്പോൾ കിട്ടുന്നു ആ ടൈമൊക്കെ പഠിക്കാനും നമ്മൾ തന്നെ സമയം കണ്ടെത്തേണ്ടിയിരിക്കണം. കാരണം ഇവിടെ മുന്നിട്ട് ഇറങ്ങേണ്ട നമ്മൾ തന്നെയാണ്. നമ്മുടെ മനസ്സിലാണ് ഒരു ഫയർ വേണ്ടത്, നമുക്ക് ജോബ് വേണം എന്നുള്ളത്. എന്നാലാണ് നാളെ 2 പേരുടെ മുന്നിൽ നമുക്ക് വിലയുണ്ടാവുള്ളൂ എന്ന് തന്നെ നമ്മൾ തന്നെ മനസ്സിലാക്കണം അല്ലേ. പൊതുവായിട്ടൊരു വേദിയിൽ പോകുമ്പോൾ കൂടെ പഠിച്ചവർക്ക് ജോബുണ്ട് അല്ലെങ്കിൽ കസിൻസിനുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ വില ഇടിയുന്നുണ്ട്. എത്ര ഇല്ലെന്ന് ആര് വിചാരിച്ചാലും അല്ലെങ്കിൽ നമ്മളൊരു സേഫ് സോണിലായിരിക്കണം നിൽക്കുന്നത്. സേഫ് സോണിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഇതൊന്നും പോരാ എന്ന്. പക്ഷെ നമ്മളൊരു സേഫ് സോണിൽ നിൽക്കുന്നിടത്തോളം കാലം നമുക്കതൊട്ട് മനസ്സിലാവത്തുമില്ല. അങ്ങനെ പിന്നെ നമുക്കൊരു ജോബ് കിട്ടി അതിൻ്റെയൊക്കെ ഇത് മനസ്സിലാവും. ഞാൻ കുറേ മോട്ടിവേഷൻ വീഡിയോ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ മനസ്സിലാവും. ജോബ് ഉണ്ടായിരുന്നപ്പോഴത്തെ ഒരു സ്ഥിതി ഇപ്പോൾ കിട്ടി കഴിഞ്ഞപ്പോൾ ഉള്ള മാറ്റമൊക്കെ അവരിങ്ങനെ പറയുമ്പം കണ്ടിരിക്കാൻ രസമാണ്. നമ്മളും അതനുസരിച്ച് മുന്നേറണമെന്ന് മാത്രം.
അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു പഠിത്തം എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു PSC പഠിച്ച് കിട്ടുന്നവരെ അതിനൊരു വിലയില്ലെങ്കിൽ കൂടി ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും വിലയുള്ള ഒരു ജോലി വേറെ ഒന്നുമില്ലാന്ന് തോന്നുന്നു അല്ലേ, ഗവൺമെൻറ് ജോലീൻ്റെ അത്രയും. അതൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കണം. ഞാനും അങ്ങനെയാണ് പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നോട് ഇങ്ങനെ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഏജ് എത്രയാണ്, ചേച്ചീൻ്റെ പേരെന്താന്നൊക്കെ. അപ്പം ഞാൻ ശരിക്കും പേഴ്സണൽ ഇൻഫർമേഷൻ അങ്ങനെ റിവീൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മീൻസ് ഞാനത് എന്താ പറയുക, അതുകൊണ്ടാണ് ഞാൻ ചാനലിനോടി എൻ്റെ പേര് കൊടുക്കാതെ വേറെ പേരൊക്കെ കൊടുത്തത്. അപ്പം അതുകൊണ്ടാണ്. ഇപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ മെയിൽ ID ഷെയർ ആരോ ചോദിച്ചപ്പോൾ ചേച്ചീനെ എങ്ങനെ കോൺടാക്ട് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മെയിൽ ID ജസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റ ID ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിയണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനൊക്കെ ക്ലിയർ ഉണ്ട്. ലിങ്ക് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്നൊന്നും അറിയില്ല. അപ്പോൾ അത് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് വന്ന് ചോദിക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നിന്ന് വന്നതെന്ന് പറയണമെന്ന് മാത്രം. നമുക്കല്ലാതെ അറിയാത്ത ഫോളോവേഴ്സ് വരുമ്പോൾ നമ്മൾ ഫോളോ ബാക്ക് ചെയ്യാറില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഏജ് വെച്ചാൽ എനിക്ക് 30+ ആണ്. എന്ന് വെച്ചാൽ എനിക്കിനി അധികം ഒന്നും അവസരങ്ങളില്ല എക്സാം എഴുതാൻ. ചാൻസൊക്കെ കുറഞ്ഞു. ലാസ്റ്റ് ചാൻസൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇതിലേക്ക് വരണമെന്ന് എനിക്ക് തോന്നിയത്. അതിൻ്റെ ഒരു ഇടക്കാലത്ത് ഞാനൊന്ന് കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഇടക്കാലത്ത് ഞാനൊരു കൊറോണ ടൈമിലൊക്കെ കുറച്ച് പഠിച്ചായിരുന്നു. പക്ക ബിഗിനറായിരുന്നു. ഇപ്പോഴും ഞാൻ ബിഗിനർ സ്റ്റേജിലൊക്കെ തന്നെയാണ്, മൊത്തം കംപ്ലീറ്റഡ് ഒന്നും അല്ല. ബുക്സിൻ്റെ കാര്യത്തിൽ കൂടി പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി ബുക്കൊക്കെ ഇനിയും, ഒത്തിരിയല്ല, നമുക്ക് അടിസ്ഥാനപരമായി വേണ്ട കുറേ ബുക്സൊക്കെ ഇനിയും വാങ്ങാൻ ഇരിക്കുന്നു. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അന്ന് ഞാൻ കുറച്ച് നാളൊന്ന് നോക്കി എന്നല്ലാതെ ജസ്റ്റ് 2-3 പേഡ് ക്ലാസ്സിലൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നാലും അതിലേക്ക് പൂർണ്ണമായിട്ട് 100% കൊടുത്തൊന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ പ്ലാൻസൊക്കെ മാറ്റി, ഫ്യൂച്ചർ പ്ലാൻസൊക്കെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോയി. പിന്നെ അതൊക്കെ എൻ്റെ ചില സിറ്റുവേഷൻ കാരണം അതൊന്നും എനിക്ക് എന്താ പറയുക അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പിന്നെയും എനിക്ക് ഇതിലേക്ക് വരാൻ തന്നെയാണ് ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. മേ ബി എനിക്ക് ഗവൺമെൻറ് ജോബായിരിക്കും വിധിച്ചിട്ടുണ്ടാവും, ഒന്നും അറിയില്ല. ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മളെല്ലാവരും വിശ്വാസത്തിൻ്റെ പുറത്താണല്ലോ പോകുന്നത്. പിന്നെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെക്കാറുണ്ടോയെന്ന്. എനിക്കതൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാനങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാനതിന് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മേ ബി അത് നല്ലതായിരിക്കാം. ഞാനങ്ങനെയല്ല, ജസ്റ്റ് പ്രെയർ ചെയ്യും, പിന്നെ ടൈം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ പോകുന്നത്. അങ്ങനെയൊക്കെയാണ്. പിന്നെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാറുണ്ടോ, കുട്ടീനെ ആരാ നോക്കുക എന്നൊക്കെയുള്ള കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. കുട്ടീനെ ഇപ്പം ഞാൻ നോക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കൂടെയുള്ളവർ ഹെൽപ്പ് ചെയ്യാറുണ്ട്, കുഞ്ഞിനെ നോക്കാറുണ്ട്. എന്നാലും നമ്മൾ കുഞ്ഞിന് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്ത് കൊടുക്കാറ്. പിന്നെ അങ്ങനെയുള്ള കുറേ കമൻറ്റ്സ് ഞാൻ ഓർക്കുന്നില്ല, എന്തൊക്കെയോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പഠനം പോകുന്നതെന്ന് വെച്ചാൽ. അങ്ങനെ 2 മണിയൊക്കെ പഠിച്ച് പിന്നെ എനിക്ക് ടൈം കിട്ടുന്ന പോലെ തന്നെ ഇതുപോലെ തന്നെ പിന്നെ മോൾ ഉറങ്ങിക്കഴിഞ്ഞാലും നല്ല രീതിയിൽ പഠിക്കാൻ കഴിയുന്നുണ്ട്. നൈറ്റ് സ്റ്റഡി ഞാൻ അധികം പ്രിഫർ ചെയ്യുന്നില്ല. ഞാൻ മേ ബി എനിക്ക് അത് ഇരിക്കാൻ കഴിയാത്തതുകൊണ്ടാകാം. എന്നുവെച്ചാൽ രാത്രിക്ക് അധികം പഠിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇങ്ങനെ എനിക്ക് വല്ലാത്ത മൈഗ്രെയിനൊക്കെ ആയിരിക്കും. മൈഗ്രെയിൻ വരും. പിന്നെ എന്താ പറയുക, പിന്നെ വല്ലാണ്ടൊരു ഭയങ്കര ഒരു ഉറക്കച്ചടവൊക്കെ ആയിരിക്കും എനിക്ക്. അപ്പോൾ പിന്നെ എനിക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. പഠിക്കുന്നതൊന്നും മൈൻഡിലേക്ക് കയറില്ല. അതിലും ഭേദം എനിക്ക് 6-7 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ പകൽ കിട്ടുന്ന ടൈമൊക്കെ നല്ല രീതിയിൽ എനിക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഡേ ആണ് കൂടുതലും പഠിക്കാനെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വ്യൂവേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ടും കാണുന്നവരേക്കും ബൈ.